നമുക്ക് പഴഞ്ചോറ് തിന്നാം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ പഴങ്കഞ്ഞിയാണ്. ഞാൻ വീട്ടിൽ വരുമെന്ന് തലേ ദിവസമേ ഉമ്മാർത്ത് വിളിച്ച് പറഞ്ഞ് പഴങ്കഞ്ഞിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ നേരെ പോയത് കിച്ചണിലോട്ടാണ്. അപ്പം നല്ല അടിപൊളിയായിട്ട് ഉമ്മ ചോറ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട തൈര് ഒഴിച്ച് 2 കാന്താരിമുളക് 2 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ചെറുള്ളിയൊക്കെ അരിഞ്ഞ് കുറച്ച് ഉപ്പൊക്കെ ഇട്ടുമ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഞൗടി എടുക്കുക എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അതിൽ കുറച്ച് ചീനി, കപ്പയും, മീനും, മീൻകറിയും, തോരനും, അച്ചാറും, നാരങ്ങ അച്ചാറും, കാട്ടുനെല്ലി അച്ചാറും ഉണ്ടായിരുന്നു. പിന്നെന്തുവാണ്, പിന്നെ കുറച്ച് ഉണക്കനൊത്തോലി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിയുടെ കുറവുണ്ടായിരുന്നു. അങ്ങനെ കറിയും വീണ്ടും ഒഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കണം. എൻ്റെ പൊന്നോ, ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി കിട്ടില്ല ടേസ്റ്റായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് നല്ല രീതിയിലിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മോക്കും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ചോറിനോട് വലിയ താല്പര്യം കുറവാണ്. എന്നാലും ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ പഴങ്കഞ്ഞിയാക്കി കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എനിക്കിത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിച്ചിട്ട് പിന്നെ പോയി കിടന്നൊരു ഉറക്കം ഉറങ്ങി. അപ്പം